ഈ പറയുന്ന ഫ്രാൻസും ജർമ്മനിയും എല്ലാ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി. ക്രിസ്ത്യൻസിന് നീതി കിട്ടുന്നില്ല മണിപ്പൂർ ഇഷ്യൂവായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഇതേപോലെയുള്ള ഇഷ്ടം പോലെ കേസുകൾ ഉണ്ടാകുന്നു. ഇത് സോഷ്യൽ മീഡിയ കൂടെ വരുന്നു. കള്ളക്കേസിൽ പിടിച്ച് അകത്തിടുന്നു. ഗവൺമെന്റും പോലീസും ഇതേപോലെയുള്ള ബജറാങ്കളും ഗൂൺസും കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നടപടിയെടുക്കുന്നില്ല. അതായത് ഞാൻ വീണ്ടും പറയുന്നത് ഫസ്റ്റ് ഷോക്കാണ്. ഏകദേശം ഈ സംഭവം എന്ന് പറയുന്ന RSSുമായിട്ടും ബജറാങ്കളുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും, അതായത് പല ആൾക്കാർക്കും ഏകദേശ ധാരണയിൽ പറയുവാണെങ്കിൽ ബാനിങ് എന്ന സംഭവമാണ്. ബാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ടായിട്ടോ മറ്റുള്ള രീതിയിലോ സോഷ്യൽ മീഡിയയിലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ഒരു അയ്യരുണ്ട്. അയാളാണ് പി ഗുരൂസ് എന്നും പറഞ്ഞൊരു സംഭവം. ഇപ്പൊ യൂട്യൂബിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഹെയ്റ്റ് ക്രിസ്ത്യൻ സംഭവം അങ്ങ് കൊടുക്കുവാണ്. അതേപോലെ മുസ്ലിങ്ങൾക്കെതിരെ കൊടുക്കുവാണ്. ഇന്ത്യയിലെ സനാതന ധർമ്മ അത മാട കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വീഡിയോകൾ അടിച്ചുവിടുകയാണ്. ഉറപ്പായിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കുക. അവിടുത്തെ സിറ്റിസണാണ്. ഇതേപോലെയുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പല ആവർത്തി പറഞ്ഞു, ട്രംപ് എന്ന് പറയുന്നയാളും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന സംഭവം അവർ ഹാർഡ് കോർ ക്രിസ്ത്യനാണ്. ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലാണ് അമേരിക്ക ബിൽഡപ്പ് ചെയ്തിരിക്കുക. അതിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞിടയ്ക്കായിരുന്നു അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ്. അതായത് ഒരു ഷിപ്പിനകത്ത് പിൽഗ്രിം ഫാദേഴ്സ് വരുന്നു. അതാണ് അതിന്റെ ചരിത്രം. അവരെ അക്സെപ്റ്റ് ചെയ്തു അവിടെയുള്ള റെഡ് ഇന്ത്യൻസ്. അപ്പൊ ആ ഡേ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. അതും ക്രിസ്ത്യൻ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, അമേരിക്ക ഈ സംഭവം, അതായത് ഫ്രാങ്ക്ലിൻ ഗ്രഹാം അയാൾക്ക് ഡിനേ ചെയ്തപ്പോൾ പ്രശ്നമുണ്ടാകും എന്ന് ഞാൻ തീർത്തും പറഞ്ഞു. കാരണം ട്രംപുമായിട്ടുള്ള ബന്ധം, ട്രംപും മോദിയും നല്ല ബന്ധമായിരുന്നു. ആ ബന്ധം ഇല്ലാതായി. അപ്പൊ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇന്ത്യയിൽ വിസ ഡിനേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു മനസ്സിലാക്കുക, വലിയൊരു ഓർഗനൈസേഷൻ ഇന്ത്യ അവരങ്ങ്, അതായത് മനസ്സിലാക്കുക ഇത് അക്ഷരാർത്ഥത്തിൽ ബാൻഡാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പല കേസുകളുണ്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ബേസിക്കലി അമേരിക്കൻ കണക്ഷനുകൾ ഒത്തിരി ഹിന്ദു അമേരിക്കൻ എന്ന് പറയുന്ന വലിയൊരു സംഘടനയാണ്. അതായത് ഇന്ത്യൻ അസോസിയേഷനേക്കാളും വലുതാണ് ഇന്ത്യ ഹിന്ദു ഓർഗനൈസേഷൻ.